വണ്ടി വോൾസ്വാഗൻ പോളോ ആണ്, പോളോ ഡീസലാണ്. വണ്ടി കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇതിൽ എൻജിൻ ഓയിൽ നല്ലോണം ലീക്കാകുന്നുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റ് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഒരു 1/2 ലിറ്റർ കൂളൻ്റ് ഒഴിക്കേണ്ടി വരുമെന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ വാട്ടർ പമ്പിൻ്റെ ആണോ എന്താണെന്നുള്ള. വണ്ടി ഏകദേശം 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, പക്ഷേ റോങ് ആണ്. അത് മറ്റേ മീറ്റർ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല, അത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഓയിൽ കൂളറും അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഒന്ന് നോക്കണം, ആ വഴിയെ കൂടുതൽ ലീക്ക് വരുള്ളൂ. പിന്നെ സെക്കൻഡറി പമ്പാണ് വരുന്നത്, അതും നമുക്കൊന്ന് നോക്കാം. വണ്ടി വോൾസ്വാഗൻ പോളോ ആണ്, വണ്ടി പോളോ ഡീസലാണ്. വണ്ടി ഏകദേശം 93,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ റോങ് ആണ്. കസ്റ്റമർ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. മീറ്റർ തിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റേ റീഡിങ് കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ കൂളൻറ്റും ഒട്ടും തന്നെ നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഇതിലും ഇപ്പോൾ ഏകദേശം കമ്മിയായിട്ടുണ്ട്. കൂളൻ്റ് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഒരു 1/2 ലിറ്റർ 1/4 ലിറ്ററോളം കൂളൻ്റ് അതിനകത്ത് ഒഴിക്കേണ്ടി വരുമെന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ലീക്ക് വരാനായിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് അങ്ങനെ കൂടുതലും പോകില്ല ഇതിനകത്ത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കംപ്ലയിൻറ്റ് വരുന്നത് വാട്ടർ പമ്പ് ലീക്ക് വരും. അതുപോലെ തന്നെ സെക്കൻഡറി പമ്പ് ഉണ്ട് ഇതിനകത്ത്, അതും കംപ്ലയിൻറ്റ് വന്നാലും ലീക്ക് വന്നാലും ഈ കംപ്ലയിൻറ്റ് കാണിക്കും. പിന്നെ ഒരുപാട് കൂളൻറ്റിൻ്റെ പൈപ്പുള്ള ഹോസുകളുണ്ട്, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് കാണിക്കും. എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഓയിലും ഹെവി ആയിട്ട് ലീക്ക് ആണെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ വണ്ടി എത്തിയിട്ടുള്ളൂ, ഞാൻ വണ്ടി കയറ്റിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. കൂടുതലും കസ്റ്റമർ പറഞ്ഞത് ഈ വാൾ കവറിൻ്റെ സൈഡിൽ നിന്നാണ് ലീക്ക് കാണുന്നത് എന്നാണ് പറഞ്ഞത്. ഈ സൈഡിൽ നിന്നാണ് ലീക്ക് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ സീല് പോയിട്ടുണ്ടാവും. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ വാൾ കവർ പാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. ഈ സൈഡ് ചെറുതായിട്ട് ഓയിലിൽ ലീക്കിൻ്റെ അംശം കാണുന്നുണ്ട് കണ്ടില്ലേ ഈ സൈഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അണ്ടർ ബോഡിയിൽ ഏതെങ്കിലും സീലോ കാര്യങ്ങൾ പോയിട്ടുണ്ടോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതന്നെ അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ കവർ പാക്കിംഗ് അഴിച്ചിട്ട് അതിൻ്റെ പാക്കിംഗ് എന്തായാലും ഒന്ന് മാറ്റേണ്ടി വരും. മാറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ മാനിഫോൾഡ് EGR കംപ്ലീറ്റും അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യും. ഞാൻ എല്ലാ വണ്ടിയിലും സകല ഡീസൽ വണ്ടി വന്നാലും ഫസ്റ്റ് ചെയ്യുന്ന വർക്കാണ് കേട്ടോ, EGR മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു സർവീസിൻ്റെ ഒരു പാർട്ടായിട്ട് ആരും തന്നെ കണക്കാക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഏത് വണ്ടി സർവീസിന് പുറമേ നിന്ന് വന്നാലും ആദ്യം ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ്, EGR മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് പക്കയാക്കി വണ്ടി ഒന്ന് ഫ്രഷ് ആക്കും. ഫ്രഷ് ആക്കിയാൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് നല്ലവണ്ണം അതിനകത്ത് കിട്ടും ഉറപ്പായിട്ടും. ചിലവർ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഴിച്ച് നോക്കിയാൽ തന്നെ ഈ EGRൻ്റെ പൈപ്പില്ല തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അഴിച്ച് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്കയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൂടെ അതിനകത്ത് ചെയ്യാം. പിന്നെ ബാക്കി ഫുള്ളായിട്ടൊരു ചെക്കപ്പ് നടത്തണം. യൂസർ എടുത്തതുകൊണ്ട് വണ്ടിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല, അതുപോലെ നമുക്കും ഒരു ഐഡിയ ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിനെക്കുറിച്ച് നമുക്കും ഐഡിയ വേണം. എന്താ വെച്ചാൽ വഴിയിൽ വെച്ച് എന്തെങ്കിലും ഒരു കാരണത്തിനാലും ഈ കസ്റ്റമർ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വണ്ടിനെക്കുറിച്ച് അറിയണം. വണ്ടിനെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞ ഓയിലും കൂളൻ്റും മാത്രം ലീക്ക് കംപ്ലയിൻറ്റ് നിർത്തിയിട്ട് വിട്ട് കഴിഞ്ഞാൽ വേറെ ബ്രേക്കിൻ്റെ ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ ബെയറിങ്ങിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് എന്നെ ഇനി ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഈ വണ്ടിനെ കുറിച്ച് എല്ലാം വ്യക്തതയും എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ എല്ലാ വണ്ടിയും വരുമ്പോഴും A to Z ചെക്ക് ചെയ്തിട്ട് ഞാൻ വിടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ട് നമ്മുടെ കൺട്രോളിലേക്ക് എത്തിക്കണം. പിന്നെ ആദ്യം ലീക്കിൻ്റെ കാര്യം നോക്കാം, കസ്റ്റമർ പറഞ്ഞത് ആദ്യം കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻറ്റ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും വണ്ടി കയറ്റി ലിഫ്റ്റിൽ കയറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. പത്തിൻ്റെ ബോൾട്ട് കൂടെ അയച്ചിട്ട് റീപാക്ക് ചെയ്യണം കേട്ടോ. ആ 10ൻ്റെ ബോൾട്ടും കൂടെ അയച്ചിട്ട് ഇപ്പുറത്തേ അതും കൂടെ റീപാക്കിങ് ചെയ്യണം വരും. അപ്പോൾ ഇതിൻ്റെ ക്രാങ്ക് കേസ് കംപ്ലീറ്റ് അയച്ച് റീസീൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ റീസീലിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ ലീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സൈഡിലൂടെ വന്നത്. പിന്നെ മുകളിൽ നിന്ന് നല്ല ലീക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ക്രാങ്ക് കേസ് ഇറക്കിയിട്ട് പക്കയായിട്ട് റീസീൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ നമുക്ക് വാൾ കവർ പാക്കിങ് അഴിക്കണം, EGR അഴിക്കണം, മാനിഫോൾഡ് അഴിക്കണം.
നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇതൊന്ന് വാൾക്കോർ പാക്കിംഗ് മാറ്റിയിട്ട് റീസീൽ ചെയ്യണം. അതുപോലെ തന്നെ ഈ മാനിഫോൾഡ് വലിയ അടുക്കൊന്നുമില്ല എങ്കിലും നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈജറും കൂടെ അയച്ചിട്ട് ഈജർ മാനിഫോൾഡും കൂടി കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കയറ്റുന്നതിനകത്ത്. പിന്നെ അതുപോലെ നമ്മൾ ടെർബോൻ്റെ ഹോസ് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഫുള്ളായിട്ട് ഡ്രോപ്പ് ആകുന്നത്. അപ്പോൾ ടെർബോൻ്റെ ഹോസ് നമുക്ക് ഇതിനകത്ത് മാറ്റണം. അപ്പോൾ നമ്മളിതിൻ്റെ റിയർ ആൻഡ് ഓയിൽ സീൽ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഓയിൽ സീൽ വരുന്നത്. ആ ഓയിൽ സീൽ വരുന്നത് മറ്റേ മാർക്കിംഗ് ഉണ്ടല്ലോ, മറ്റേ ക്രാങ്കിൻ്റെ ടൈമിങ് ഈ കാണുന്ന ടീത്തിലാണ് വരുന്നത്. അത് അഴിച്ചാലും കറക്റ്റായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാങ്ക് ടൈമിങ് മാറും. അത് കറക്റ്റായിട്ട് വേണം കയറ്റാനായിട്ട്. അതിലാണ് വണ്ടി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് കറക്റ്റ് ടീത്ത് പഴയതും ഇതും കറക്റ്റ് ടീത്ത് എണ്ണവും നോക്കണം. അതുപോലെ കയറ്റുമ്പോൾ അതിലൊരു മാർക്കുണ്ട്, ഡോട്ട് മാർക്ക് രസമുണ്ട് സെൻറ്റർ. ആ കറക്റ്റായിട്ട് വേണം വെച്ചിട്ട് വേണം കയറ്റാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് വ്യത്യാസം വരും, വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടാകും. പോളോയുടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കിയാൽ വേറെ 2 കംപ്ലയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു. സ്കാനിങ്ങിലും കാണിച്ചായിരുന്നു ആ കംപ്ലയിൻറ്റ്. ഒന്ന് വന്നിട്ട് സെക്കൻഡറി വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. അത് വന്നിട്ട് ഇതാണ് പമ്പ് വരുന്നത്, കണ്ടില്ലേ? ഇതാണ് ഈ നമ്മുടെ EGR അതിലേക്കൊക്കെ പമ്പിങ് കൊടുക്കുന്ന ഒരു വാട്ടർ പമ്പാണിത്. അത് ഫുള്ള് സ്ട്രക്കായിട്ടാണ് ഈ കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലൈനിൽ കുഴപ്പമില്ല, വാട്ടർ പമ്പ് സ്ട്രക്കായതാണ്. നമ്മളപ്പോൾ വാട്ടർ പമ്പ് വോൾസ്വാഗൻ്റെ തന്നെ ഒറിജിനൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് ഏകദേശം 4283 രൂപ MRP വരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ സ്പീഡോമീറ്റർ സെൻസറും കംപ്ലൈൻ്റ് ആണ്. സ്പീഡോമീറ്റർ സെൻസർ പൊട്ടിയായിരുന്നു, അതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ വരുമ്പോൾ വർക്കിംഗ് ആയിരുന്നു. നമുക്ക് അഴിക്കുമ്പോൾ ഈ കപ്ലർ അഴിക്കാൻ നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ റിയർ ആൻഡ് ഓയിൽ സീൽ അഴിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് തൊട്ടതും തന്നെ കൈയോടുകൂടി അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡോമീറ്റർ സെൻസറും നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. ഏകദേശം 3 ചില്ലറ എങ്ങാണ്ട് വരുന്നുണ്ട് റേറ്റ് ഇതിൻ്റെ സെൻസറിന്. സെൻസർ എവിടെയും കിട്ടാനില്ല, അതുകൊണ്ടാണ് ആ റേറ്റ് പറയുന്നത് അവന്മാർ. പിന്നെ അതും കൂടെ മാറ്റിയിട്ടുണ്ട്. ആ 2 കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ 2 കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. ബാക്കി വേറെ ലീക്കോ കാര്യങ്ങളൊക്കെ എല്ലാം പക്ക ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നോസിൽ കുറച്ചുകൂടെ ഓടണം. ഒരു ഏകദേശം 50 കിലോമീറ്റർ ഓടിയാൽ തന്നെ നോസിലിൻ്റെ ചെറിയ എയർ ലീക്കൊക്കെ എയർ കുടുങ്ങിയതിൻ്റെ ഒരു സൗണ്ടൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് സ്മൂത്ത് ആവുള്ളൂ. ഇപ്പോൾ 3ാമത്തെ നോസിൽ മാത്രം ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ. അത് നമ്മൾ ഓടി ഒരു 100-150 കിലോമീറ്റർ ഓടിയാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ. ഒന്നിലെ ആ എയർ പോയിട്ട് അത് നോർമൽ ഫ്രീ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ആ നോസിൽ മാത്രം ഒന്ന് അഴിച്ചിട്ട് നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏകദേശം 10-20 കിലോമീറ്റർ ഓടിച്ചു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വന്നത് ലീക്കിൻ്റെ ആയിരുന്നു. ആ ലീക്കേജ് കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹീറ്റർ പ്ലഗിൻ്റെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. വാർണിംഗ് ലൈറ്റും വരുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്ലോ പ്ലഗിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പിന്നീടാണെങ്കിൽ നമുക്കത് മാറ്റിവിടാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.